Hey Abkariz, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എന്ത് ചെയ്യാനായിരുന്നു? 8ന്റെ പണിയാണ് ഇന്നലെ കിട്ടിയല്ലേ? അയ്യോ 8ന്റെ അല്ല 16ന്റെ പണിയായിരുന്നു. ഇതിൽ കയറി കറണ്ട് പണ്ടാരടക്കായിരുന്നു, ചാർജറും കാര്യങ്ങളും എല്ലാം നാശകോശമായി കളഞ്ഞു. നിങ്ങൾ ഫുൾ അതിന്റെ പുറകെയായിരുന്നു. എത്ര കട കയറിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ലെവലിലെങ്കിലും ഉള്ള ഒരു കോഡ് വേർ കണ്ടുപിടിച്ചെന്ന് അറിയോ? ഏറെക്കുറെ ആപ്റ്റായ ഒരു സാധനം കിട്ടിയല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. ഇന്നിപ്പോ അത് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആശാനെ റെഡി അല്ലേ? ടൂൾസ് ഒക്കെ എടുത്ത് റെഡി ആണല്ലോ അല്ലേ? ഇറങ്ങണ്ടേ? അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു മേക്കിങ്ങിലേക്ക് പോകാം. ഓക്കെ, ആ മേക്കിംഗ് സെക്ഷനിലേക്ക് അല്ലേ? എലിയുടെ തോന്നിയ ദിവസം നമ്മൾ പരിഹരിക്കാം. അവനെ പിടിക്കാൻ കിട്ടിയിട്ടല്ലോ, കിട്ടണം, കിട്ടും. അബ്കാരിസ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ് വേറയിലേക്ക് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം അയച്ച് കുറച്ച് പുറത്തിറക്കണം, എന്നിട്ട് വേണം നമുക്ക് ഈ കോഡ് വേറിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, നമ്മൾ ചാർജർ അഴിക്കുമ്പോൾ ഇതിൻ്റെ 2 സൈഡും അഴിക്കാം കേട്ടോ. എന്നാലും നമുക്ക് ഇതൊക്കെ പുറത്തേക്ക് കിട്ടുള്ളൂ കേട്ടോ. ഒരു പുറത്തേക്ക് എടുത്താലും നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഇത്രയും കിട്ടിയാൽ മതി. നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 വയറിട്ട് സോൾഡറിങ് എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് അവിടെ നമ്മുടെ ഇപ്പോൾ മാറ്റാൻ കൊണ്ടുവന്ന് കോഡ് വയർ കയറ്റി കൊടുക്കലാണ് പരിപാടി. അപ്പോൾ ഈ 3 വയറിൻ്റെ സോൾഡറിങ് നമ്മൾ സോൾഡറിങ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ മറ്റേ കോഡ് വയർ കയറ്റി കൊടുക്കും കേട്ടോ. അയണൊക്കെ കണ്ട് നല്ല ചൂടായി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഓരോ വയറുകളായിട്ട് അയച്ചെടുക്കണം കേട്ടോ. പഴയ കോഡ് വയർ അയച്ചെടുത്തിട്ടുണ്ട് ഇതല്ലേ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ കോഡ് വയർ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ പുതിയ കോഡ് വയർ വരുന്നത്. അത്യാവശ്യം പഴയനങ്ങൾ ലെങ്ത് ഉണ്ടല്ലോ ഇവിടെ. പഴയനങ്ങൾ ലെങ്ത് കൂടുതലുണ്ട്. ലെങ്ത് കൂടുതലുണ്ട്. പർപ്പസ്ഫുള്ളി നമുക്ക് എത്രത്തോളം ഉപകാരം വരുമെന്ന് അറിയത്തില്ല, നോക്കാം. കോഡ് വയർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചാർജറിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണോ, ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാർജറിൻ്റെ അകത്ത് സാധനം കുറേ കപ്പാസിറ്ററും ട്രാൻസ്ഫോമറും ഒരു ഫാനും പിന്നെ ബേക്കിൽ കുറേ ഐസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചാർജറിൻ്റെ ഉൾവശം കേട്ടോ. ഇനി നമുക്ക് ഈ 3 വയർ ഇതിലേക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്നതിന് മുന്നേ നോർമലി എല്ലാ കോഡ് വയറിലും ഇത് ചുവപ്പ് ഫേസും ബ്ലാക്ക് നോട്ടറും ഗ്രീൻ എർത്ത് വയറാണ് വരാറ്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് AC ലൈൻ നോട്ടർ എന്നൊക്കെ പറഞ്ഞ് ഇതിലും ഈ ബോർഡിലും കൊടുത്തിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എർത്തുമാണ് വരുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ അതേ സെക്ഷനിൽ തന്നെ ലൈൻ കൊടുക്കണം. അപ്പോൾ ഇനി കോഡ് വയറിൽ ആരെങ്കിലും തിരിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഉണ്ട് ഈ ഷോപ്പിൽ നമ്മളിവിടെ ഈ ഒരു അറ്റം വെക്കുക. ഇത് കണക്ടിവിറ്റി ചെക്കറാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഈ കോഡ് വയറിൽ ഉണ്ട് ഈ റെഡിൽ കൊടുത്തിട്ട് ഏതെങ്കിലും ടച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ലൈനിൽ കൊടുക്കുമ്പോൾ ഇവിടെ ഇത് കത്തും. അപ്പോൾ ഇതാണ് ലൈൻ. ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വയറൊന്നും മാറിപ്പോയിട്ടില്ല. അങ്ങനെ 3 വയറും ചെക്ക് ചെയ്ത് നോക്കാൻ ഉറപ്പ് വരുത്താൻ അങ്ങനെ ഉറപ്പ് വരുത്താം. അറിയത്തില്ലാത്തവർക്ക് മിക്കവാറും കുറേ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കോഡ് വയർ ബോർഡിലേക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ റെഡ് വയർ നേരെ നമ്മൾ ലൈനിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ AC ലൈനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ 3 ബോർഡ് വയർ നമ്മുടെ ബോർഡെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. നമ്മുടെ ചാർജർ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഒന്ന് റീസെറ്റ് ചെയ്യണം. നേരത്തെ പോലെ തന്നെ ഫുൾ സെറ്റ് ചെയ്യാൻ പോകണം. അബ്കാരീസ്, അങ്ങനെ നമ്മൾ നമ്മുടെ 2 ചാർജർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഒരു സൈഡിൽ കമ്പനിയുടെ കറുത്ത വയറും ഒരു സൈഡിൽ നമ്മൾ മേടിച്ച 2 ഗ്രേ വയറും 2 സെറ്റ് നോക്കി റൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ കണക്ട് ചെയ്തിട്ടിട്ട് 1 മണിക്കൂർ ചാർജ് ചെയ്യാനായിട്ട് നോക്കണം. വയർ ഹീറ്റ് ആവുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പിന്നെ ചാർജിങ് ടൈമോ അങ്ങനെ വല്ല വേരിയേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിത് വണ്ടിയെ കൊണ്ട് കുത്തിടാം. അങ്ങനെ അബ്കാരീസ് നമ്മുടെ ഓവറോൾ പണികളെല്ലാം കഴിഞ്ഞ് നമ്മൾ 2 വാച്ച് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുണ്ട്. ഇത് നമ്മുടെ 2 ചാർജറും വർക്കും ആവുന്നുണ്ട്. ഇത് ഇപ്പോൾ സമയം ഏകദേശം 2:03 ആയിട്ടുണ്ട്. 2 മണി കൂട്ടിക്കോ. 2 മണിയുള്ളിൽ നമുക്ക് എത്ര സമയം കൊണ്ട് ഇത് ചാർജായി കിട്ടും, കട്ട് ഓഫ് ആവും നോക്കാം. ഏകദേശം 2 ബാറ്ററിയും ഫുള്ളായിട്ട് ഡെഡായിട്ട് തന്നെ കിടക്കുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്കും കണക്ട് ചെയ്തിട്ട് ഇത് നേരെ വണ്ടിയിലേക്കും കണക്ട് ചെയ്തിട്ട് 2 ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ വയറിന് എന്തെങ്കിലും ഹീറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ നോക്കാം. എന്തെങ്കിലും ഉണ്ടോ ഫുൾ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇതുപോലത്തെ 8ൻ്റെ പണി ആക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പണി പഠിക്കുക, സ്വന്തമായിട്ട് നന്നാക്കുക. വേറെ ഓപ്ഷൻസ് ഒന്നും ഇതിൻ്റെ അതില്ല കേട്ടോ. അബ്കാരീസ്, അങ്ങനെ ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറോളമായിട്ട് നമ്മുടെ ചാർജർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഹീറ്റൊന്നും അറിയാനും കൂടി ഇല്ല ഇതിൽ കേട്ടോ. ഒരു പ്രശ്നമല്ല. നമ്മുടെ ബാറ്ററിയായിട്ട് കയറുന്ന വരുന്ന ഹീറ്റ് ഉണ്ടെങ്കിൽ പോലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം 75 വോട്ടിനടുത്തെങ്ങാണ്ട് ചാർജ് ആയിട്ടുണ്ട്. അത്രയും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1.5 മണിക്കൂറും വർക്ക് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചാർജറിന് കയറുന്നതിനോ കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടോ. 75.8 വാട്ട് ചാർജുകൾ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സീനുകളൊന്നുമില്ല. അപ്പോൾ തൽക്കാലത്ത് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുത്തു. പക്ഷേ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഇപ്പം ഇതുപോലെ സോൾഡറിങ്ങും പരിപാടിയൊന്നും അറിയണമെന്നില്ല, ചെയ്യാൻ പറ്റണമെന്നില്ല, സാഹചര്യം അങ്ങനെ ആയിരിക്കണമെന്നില്ല, എല്ലാം പല പല മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഇടപെടൽ ഉണ്ടാകണം. അപ്ഡേറ്റ് ആവണം, അല്ലെങ്കിൽ കാര്യമില്ല. അല്ലെങ്കിൽ ഇതൊക്കെ വലിയ അവസരമുണ്ട്, പൊട്ടിപ്പോകും, ഒന്നാരി അവസ്ഥയായി പോകും. അതിപ്പോൾ ഏത് കമ്പനിയാണെങ്കിൽ തന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഇഷ്യൂസിന് ഒരു പരിഹാരം എന്താണേലും അവർ ചെയ്യണം. എലി കട്ട് ചെയ്യുന്നത് കമ്പനിക്കാരുടെയും കുറ്റമല്ല, നമ്മുടെയും കുറ്റമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കസ്റ്റമർ എന്നുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞാലും പോട്ടെ, നമുക്കൊരു സൊല്യൂഷൻ കിട്ടണ്ടേ. വാറണ്ടി കാര്യങ്ങളൊന്നും തരണ്ട, ആരും ചോദിക്കുന്നുമില്ല ഇവിടെ. പക്ഷേ പെയ്ഡ് സർവീസ് അവർ ചെയ്ത് തരണം. ആ ഒരു മര്യാദ അവർ കാണിക്കണം. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഏത് കമ്പനിയാണേലും, ഇപ്പോൾ ഈ കമ്പനിയാണ്, ഇപ്പം ഏത് കമ്പനിയാണേലും അതിനൊരു സൊല്യൂഷൻ കണ്ട് തരണം. അതൊരു ആവശ്യമാണ്, എല്ലാ EV യൂസേഴ്സിൻ്റെ ആവശ്യമാണത്. അല്ലെങ്കിൽ പിന്നെ ഇതിലിപ്പോൾ എന്താ കഥയുള്ളേ. അപ്പോൾ എനിവേ എന്തായാലും ഇപ്പോൾ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നമുക്ക് പക്കയായിട്ട് കാര്യങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ എന്തോ ഭയത്തിന് കുഴപ്പമില്ലാണ്ട് നമുക്ക് നമ്മുടെ മറ്റെന്താ പറയുക ട്രിപ്പ് വലിയ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് ഇലക്ട്രിക് ബൈക്കുമായിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാലം നമ്മളോട് സഹകരിച്ച എല്ലാ അബ്കാരീസിനും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം ഇനി തുടർന്നും അല്ലേ തുടർന്ന് ഈ സപ്പോർട്ട് നമുക്ക് അങ്ങോട്ട് തുടർന്ന് ഈ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വണ്ടിക്ക് ഞങ്ങളുടെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പം നാളെ മുതൽ ഇനി നമ്മൾ എന്താ പറയുക ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ EV സ്കൂട്ടർ കൊണ്ട് ഓൾ ഇന്ത്യ അടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കട്ടെ.